മൂന്നാം ഊഴം സ്വപ്നം കണ്ട് പിണറായി വിജയൻ 2026 ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് ചികിത്സയും കഴിഞ്ഞു പിണറായി വിജയൻ നേരെ മന്ത്രിസഭാ യോഗത്തിലേക്കാണ് കാലെടുത്തു വെക്കുന്നത്. ഇനിയുള്ള വളരെ കുറച്ചു മാസങ്ങളിൽ എങ്ങനെയെങ്കിലും മുഖം മിനുക്കണം. അതിനായി എടുക്കാവുന്ന സകല അടവുകളും എടുക്കുകയാണ്. ഒപ്പം പയറ്റാവുന്ന 18 അടവും പയറ്റുകയുമാണ്. എന്നാൽ പിണറായി വിജയൻ എടുക്കുന്ന ഒരു കടുത്ത നിലപാടുണ്ട്. അത് തന്റെ മന്ത്രിസഭയിലെ 12 പേരെ പുറത്തേക്കെറിയുക എന്നതാണ്. പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകുകയും ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടപുഴകി വീഴാൻ പോകുന്ന മന്ത്രിമാർ ആരൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. LDF വൻ തിരിച്ചടി നേടുമെന്ന കണക്കുകൂട്ടലിൽ നിന്നാണ് ആരൊക്കെ വീഴുമെന്നുള്ള ധാരണ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഊതിപ്പെരുപ്പിച്ച ഭരണ നേട്ടങ്ങൾ PR വർക്കിലൂടെ കൊട്ടിയാഘോഷിച്ച് നടക്കുമ്പോഴും വാഴ്ത്തുപാട്ടുകൾക്കിടയിൽ പൊട്ടിത്തകർന്നു വീഴുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സംശയം ഒട്ടുമില്ലാതെ പറയാം, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കോഴിക്കോട് ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നും 2021 തെരഞ്ഞെടുക്കപ്പെട്ട ഇടതു മന്ത്രിസഭയിലേക്ക് എത്തിയ ശശീന്ദ്രന്റെ തോൽവിക്ക് കാരണം വന്യജീവി ആക്രമണത്തിൽ തകിടം മറിഞ്ഞ മന്ത്രിഭരണം തന്നെ. ശശീന്ദ്രന്റെ പാർട്ടിയായ NCPക്ക് ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഏലത്തൂർ പാർട്ടി പലവട്ടം പിളർന്നപ്പോഴും ശശീന്ദ്രൻ LDFനൊപ്പം നിന്നതാണ് മന്ത്രിക്കസേര കിട്ടാനുള്ള കാരണം. അതുമാത്രവുമല്ല, നിലവിൽ 80 വയസ്സിനടുക്കെ പ്രായമുള്ള ഇദ്ദേഹം ഇനിയും മത്സരിക്കാനാവുമോ എന്നതും സംശയമാണ്. വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ജീവനുകളോടുള്ള ശശീന്ദ്രന്റെ സമീപനം ഇടതു കോട്ടയുടെ വിശ്വസനീയത തകർത്തു. കഴിഞ്ഞ തവണ UDFന്റെ സീറ്റ് വിഭജനത്തിൽ മാണി സി കാപ്പൻ നയിക്കുന്ന പാർട്ടി ശശീന്ദ്രനെതിരെ ശക്തമായൊരു മത്സരം കാഴ്ചവെച്ചത് ഏലത്തൂർകാർ ഇനി ശശീന്ദ്രനെ തിരുവനന്തപുരം കാണിക്കണ്ട എന്നങ്ങ് തീരുമാനിക്കും. ലിസ്റ്റിൽ ഇടം പിടിച്ച രണ്ടാമത്തെ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയിട്ടും 4 വരിയെങ്കിലും പൊതുമധ്യത്തിൽ കൂട്ടിപ്പറയാനറിയാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ്. എതിർ സ്ഥാനാർത്ഥിയായ തോമസ് കെ ഉണ്ണിയാടന്റെ കേവലം 5949 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്നതാണിവർ. വിദ്യാഭ്യാസ നയത്തിൽ അവരെടുത്ത നിലപാടുകൾ അവർക്കെതിരെ തന്നെ തിരിഞ്ഞുകൊത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സർവകലാശാല നയത്തിൽ അവരുടെ നിലപാടുകളെല്ലാം അമ്പേ പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ എത്രയും താഴെത്തട്ടിലേക്ക് തള്ളിവിട്ട അവരെ ജനം എഴുതി പുറത്തു കളയാൻ സാധ്യതയാണെന്നാണ് തെളിഞ്ഞു വരുന്നത്. ഇന്ത്യൻ നേഷൻ ലീഗിനെ പ്രതിനിധീകരിച്ച് കോഴിക്കോട് സൗത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് നൂർബീനക്കെതിരെ വിജയിച്ച അഹമ്മദ് ദേവർകോവിലാണ് തോറ്റു തൊപ്പിയിടാൻ സാധ്യതയുള്ള അടുത്ത മന്ത്രി. പിണറായിയുടെ 2ാം ഭരണത്തിന്റെ ആദ്യ 2.5 കൊല്ലം തികച്ച ഈ മന്ത്രിക്ക് അടുത്ത തവണ MLA കസേര പോലും കിട്ടില്ലെന്നുറപ്പാണ്. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ താനൂരിൽ നിന്നും തോറ്റില്ല എന്ന മട്ടിൽ വിജയിച്ച V അബ്ദുറഹ്മാൻ ഇനിയൊരു മത്സരത്തിനില്ല എന്ന് പറഞ്ഞെങ്കിലും നിന്നാൽ തോക്കുമെന്നുറപ്പാണ്. അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങി നിൽക്കുന്ന PK ഫിറോസ് തൂത്തുവാരുമെന്നാണ് കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തു നിന്നും മത്സരിച്ച ആന്റണി രാജു അഹമ്മദ് ദേവർകോവിലിനെ പോലെ 2.5 വർഷക്കാലം മന്ത്രിക്കുപ്പായമിട്ട് ഇനിയിപ്പോ തോൽവി അറിയാനുള്ള തിടുക്കത്തിലാണ്. ഇവർക്ക് പുറമെ കേളു, വീണ ജോർജ്, V ശിവൻകുട്ടി എന്നിവർ CPMന്റെ 2 ടൈം പൂർത്തിയാക്കുന്നതിനാൽ മത്സര രംഗത്തുണ്ടാവാൻ സാധ്യത കുറവാണ്. പിന്നെ വീണ തകർത്ത ആരോഗ്യ മേഖല ഇനി വീണയെ കാക്കില്ലെന്നുറപ്പാണ്. അത്രയും വലിയ പ്രതിഷേധങ്ങളാണ് വീണയ്ക്കെതിരെ നടക്കുന്നത്. മാത്രവുമല്ല, ആശമാരുടെ സമരം വീണയുടെ കസേര തെറിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇടുക്കി മലയോര മേഖലയിൽ നിന്നും മന്ത്രിക്കുപ്പായത്തിലേക്ക് കയറി കർഷകരെയും തൊഴിലാളികളെയും വഞ്ചിച്ചുവെന്ന ചീത്തപ്പേര് നിലനിൽക്കെ ഇത്തവണ റോഷി അഗസ്റ്റിൻ പൊട്ടിപ്പാളീസാകാനുള്ള സാധ്യതയും വിരളമല്ല. ഇതുമാത്രവുമല്ല കഴിഞ്ഞ തവണ ഈ CPMന് അവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്ക് തുണച്ചുവെങ്കിലും ഇത്തവണ ഈ മാണി ഗ്രൂപ്പ് നേതാവിന് ആ തുണയുണ്ടാകാൻ സാധ്യതയില്ല. പാലക്കാട് ചിറ്റൂരിൽ നിന്നുമുള്ള K കൃഷ്ണൻകുട്ടിയാണ് ഏറെ പ്രതിസന്ധി നേരിടാനുള്ള മറ്റൊരു മന്ത്രി. ഈ പറഞ്ഞതെല്ലാം LDF ഘടകകക്ഷികളിൽ നിന്നുമുള്ള മന്ത്രിമാരുടെ തോൽവിയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇടതു പാർട്ടി വീഴാൻ പോകുന്നത് വ്യവസായ മന്ത്രിയായ P രാജീവ് കളമശ്ശേരിയിലും എക്സൈസ് മന്ത്രി MB രാജേഷ് തൃത്താലയിലും നേരിടാൻ പോകുന്ന തോൽവിയാണ്. ഈ തോൽവികൾ സമ്മാനിക്കുന്നത് തങ്ങളുടെ വാപ്പയറ്റുകൊണ്ട് മാത്രം എന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന ധാരണയുടെ പൊളിച്ചെഴുത്തുകൂടിയാണ്. കേരളത്തിൽ UDF തരംഗം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 63 സീറ്റ് കോൺഗ്രസിനും ഒറ്റയ്ക്കും മറ്റു ഘടകകക്ഷികൾ വഴി 100-നടുത്ത് സീറ്റുകളുമാണ് UDF ഉറപ്പിക്കുന്നത്.